സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും സന്തോഷത്തോടെയുള്ള വാക്കുകളും തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യമാരോട് ദേഷ്യപ്പെടരുത്. ഭാര്യമാരോട് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് ടെൻഷനും വിഷാദവും ആശയക്കുഴപ്പവുമൊക്കെ ഉണ്ടാകും. പല കുറവുകളും വീഴ്ചകളും ഭാര്യമാരിൽ ഉണ്ടായാൽ അവരോട് വിദ്വേഷവും ശത്രുതയും വെക്കരുത്. അതിനെ മറികടക്കാനുള്ള നല്ല ഗുണങ്ങളും അവരിലുണ്ടാകും. ഭാര്യമാരുടെ നല്ല ഗുണങ്ങളെയും ശീലങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞ് അവരെ അഭിനന്ദിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വിവാഹ ജീവിതം ഒന്നും കൂടെ ദൃഢമായിരിക്കും. നമ്മുടെ ഭാര്യമാർ മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വേർപിരിഞ്ഞ് എല്ലാ സുഖദുഃഖങ്ങളും പങ്കിടാൻ, ഉയർച്ച താഴ്ചകളും പങ്കിടാൻ നമ്മോടൊപ്പം ചേർന്നു എന്ന് നാം ആലോചിക്കണം. ഭാര്യയുടെ അടിസ്ഥാന ആവശ്യങ്ങളും സൗകര്യങ്ങളും നോക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഇകഴ്ത്തലുകളും തരം താഴ്ത്തലുകളും ഒഴിവാക്കേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം തർക്കിച്ച് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ അവസാനം വിവാഹമോചനത്തിലോ കൊലപാതകത്തിലോ കലാശിക്കുന്ന എത്രയോ സംഭവങ്ങൾ. എപ്പോഴും ഭാര്യമാരോട് കയർത്ത് സംസാരിക്കുകയും ദേഷ്യത്തോടെ പെരുമാറുകയും ഭാര്യമാരെ തല്ലുകയും ചെയ്യുകയല്ലാതെ ഭാര്യമാരോട് സ്നേഹത്തോടെ പെരുമാറുകയോ ചെയ്യാത്ത എത്രയോ ഭർത്താക്കന്മാർ. നോക്കൂ നിങ്ങൾ, അത്തരം ഭാര്യമാർക്ക് ഒരിക്കലും ഭർത്താക്കന്മാരോട് ഇഷ്ടം തോന്നുകയില്ല. അവർ നിരാശരായിരിക്കും. മാത്രമല്ല ഭർത്താക്കന്മാരെ വെറുക്കുകയും ചെയ്യും. നമ്മൾ സംസാരിക്കുമ്പോൾ ശരിയായ രൂപത്തിൽ സംസാരിക്കുക. നമ്മുടെ ഭാര്യയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയോ എന്തെങ്കിലും കേൾക്കുകയോ ചെയ്താൽ കാര്യം ശരിക്കും മനസ്സിലാക്കാതെ എടുത്തു ചാടുന്നത് നാം ഒഴിവാക്കേണ്ടതാണ്. ഭാര്യമാർ എന്തെങ്കിലും പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം പറയാതെ അവളെ പ്രശംസിക്കുകയും അവളെ അഭിനന്ദിക്കുകയും ചെയ്യുക. ഒരിക്കലും ഭക്ഷണത്തിൻ്റെ പോരായ്മകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർ ആഗ്രഹിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഭാര്യമാർക്ക് അസുഖങ്ങൾ വന്നാൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും അവളെ പരിപാലിക്കുകയും ചെയ്യുന്നത് അവരുടെ സ്നേഹവും ഭർത്താവിനോടുള്ള നന്ദിയും ഉളവാക്കും. ഭാര്യമാരുടെ രഹസ്യങ്ങൾ ഒരിക്കലും ഭർത്താക്കന്മാർ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. ഭാര്യയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവളുടെ പദവി താഴ്ത്തുകയും ചെയ്യുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. തൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കൽ നിർബന്ധമില്ലാത്ത പല കാര്യങ്ങളും ഭാര്യമാർ ചെയ്യുന്നുണ്ട്. ഭർത്താവിൽ നിന്നുള്ള നല്ല വാക്കുകളും ഭർത്താവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ പ്രീതിയും ഒക്കെ ആഗ്രഹിച്ചു കൊണ്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഭാര്യമാരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. മറ്റു സ്ത്രീകളുടെ സൗന്ദര്യവും മറ്റു ഗുണങ്ങളും ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ അവളുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടായേക്കാം. ഭർത്താവിന് മറ്റു സ്ത്രീകളുമായി വല്ല അവിഹിതങ്ങളും ഉണ്ടോ എന്ന് വരെ അവർ വിചാരിക്കും. ഒരു പുരുഷന് തൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനുമായി തെറ്റായ രൂപത്തിൽ ബന്ധപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ പങ്കിടുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കില്ല. മറ്റൊരു സ്ത്രീ ആരായാലും തൻ്റെ ഭർത്താവിൻ്റെ ചുണ്ടിലൂടെ പ്രശംസിക്കുന്നത് ഭാര്യയ്ക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. പരസ്പരം കടമകളും കടപ്പാടുകളും നിറവേറ്റി കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ സ്നേഹത്തോടെ ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുക. മനസമാധാനത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.